ചിരിക്കുന്നു. അയ്യോ, പഴം പുഴുങ്ങിയ ചിരി ഇരിക്കാനല്ല പറഞ്ഞ. പിന്നെ അട്ടഹസിക്കുന്നു. എന്താ? അട്ട 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 എന്തിനാ അട്ട? ആട്ടല്ലെന്ന്, പിന്നെ അട്ടഹസിക്കാൻ. എങ്ങനെയത്? അടിപൊളി അടിപൊളി. അത് ഇവിടെ പറഞ്ഞാന്ന്. ആ വേമ്പാ. ഡയലോഗ് ഡയലോഗ്. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. എടി പെണ്ണുമ്പിള്ള അതല്ല പറഞ്ഞ 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 1. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലയുടെ മൂത്ത് എന്നാണ് പുച്ഛം. എങ്ങനെയത്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ആ. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എപ്പോഴും എന്നോട് ചോദിക്കും ആ. എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും അയ്യോ ഞാനല്ല, മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. എടാ ഒന്ന് ആവേശത്തിൽ പറയണം. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. മുദ്രാവാക്യം വേണ്ട, പയ്യെ പറഞ്ഞാൽ മതി. പയ്യെ പറഞ്ഞ മതിയോ? ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. മാന്യന്മാരെ കക്ഷത്തിന്റെ അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെയല്ലേ എഴുതി വെച്ചേക്കണം, മാറ്റണം. മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്. നിനക്കൊരു ഫാഷൻ അല്ലേടി, നിനക്കൊരു ഫാഷൻ അല്ലേടി.